എല്ലാ കോച്ചിനും നല്ലൊരു പ്ലെയർ ആകാൻ പറ്റില്ല. ഇല്ല അല്ലേ? അപ്പം മാർക്കറ്റിൽ ടീച്ച് ചെയ്യുന്ന ഈ പറയുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിലും അവർ നല്ലൊരു ട്രേഡേഴ്സ് ആവണമെന്ന് നിർബന്ധമില്ലെന്നാണ് അരുൺ പറയുന്നത്. അതെ. എന്നിട്ട് ഒരു ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു റിസ്ക് റിവാർഡ് ഇതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. ഞാൻ വരുന്ന സമയത്ത് 40 ലക്ഷം കോടിക്കടുത്താണ്. അപ്പോൾ അത് ഇപ്പം വിപണി കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പെട്ടെന്നൊരു ചേഞ്ചസ്, വലിയ രീതിയിൽ ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. ആ ഒരു സമയത്ത് നമുക്ക് ഇത്രയധികം അവയർനെസ് ഇല്ല. നമ്മൾ കൂടുതൽ കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ആൾക്കാർ ഇത്രയധികം സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രയധികം ഫെമിലർ ആയിട്ടില്ല. ഈ ഒരു മേഖലയിലേക്ക് ആൾക്കാർ കടന്നു വരാൻ വലിയൊരു ബുദ്ധിമുട്ട്. ഞാനൊക്കെ വരുന്ന സമയത്ത് വളരെ റയറായിട്ടുള്ള ആൾക്കാർ ട്രേഡിങ്ങിലേക്കൊക്കെ വരുന്നുള്ളൂ. 2010 പേടിയാണ് മാർക്കറ്റിനെ കുറിച്ച്. 2 ചോദ്യങ്ങൾ എനിക്ക് അതുകൊണ്ട് ചോദിക്കാനുണ്ട്. ഒരു നല്ല ഇൻവെസ്റ്റർ ആകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? 1. 2, ഒരു നല്ല ട്രേഡർ ആവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേവലം അത് വളരാനുള്ളൊരു സമയം നമുക്ക് അതിന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റ് ആകുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കമ്പനിയെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം. കാരണം നമ്മളതിൻ്റെ ഉടമകളാണ്. ആ കമ്പനിയുടെ എല്ലാ സാധ്യതകളെക്കുറിച്ചും റിസ്കിനെക്കുറിച്ചും നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അരുൺ, വെൽക്കം ടു അക്യുമെൻസ് പോഡ്കാസ്റ്റ് 4th എപ്പിസോഡ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡുകൾ ആയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരും ഇൻഡസ്ട്രി എക്സ്പേർട്ടായിരുന്നു. അരുൺ കുറച്ചുകൂടെ ഒരു ഇൻഡസ്ട്രി എക്സ്പേർട്ടാണ്. അരുൺ ഒരു ഇൻവെസ്റ്ററാണ് ഓവർ ആൻഡ് എബവ്. അരുൺ ഒരു ട്രേഡറാണ്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ്സിലെല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്തൊരു കാര്യം ട്രേഡിങ് കുറച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ശതമാനം ആൾക്കാർക്കും എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. ബേസിക്കലി മലയാളീസ് എല്ലാവരും ഇൻവെസ്റ്റേഴ്സാണ്, അല്ലേ? ഇപ്പം FD ഇൻവെസ്റ്റ് ചെയ്യുന്നു, പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുള്ളവരെല്ലാം ഇൻവെസ്റ്റേഴ്സാണ് ബേസിക്കലി. അവർ ട്രേഡേഴ്സ് ആകുമ്പോൾ അതിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതെങ്ങനെ നന്നായിട്ട് ട്രേഡ് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ പ്രോഫിറ്റ് എടുക്കണമെന്നും അതിലുപരി എങ്ങനെ ലോസ് ബുക്ക് ചെയ്യണമെന്നും ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അരുണിന് കുറച്ച് നന്നായിട്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അരുണിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിനോടൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു കൺഫെഷൻ അല്ല. കാരണം ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് കണ്ട് നിങ്ങൾ വയ്ക്കും നിങ്ങൾക്കിതെല്ലാം അറിയാമെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്താൽ പോരെ. ഓഫ് കോഴ്സ് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗാലറിയിൽ നിന്ന് ഫുട്ബോൾ കളി കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ അടിച്ചിരുന്നില്ല അത് ഗോളായേനെ. പക്ഷെ കളിക്കുന്ന കളിക്കാർക്ക് അറിയത്തുള്ളൂ അതിൻ്റെ ഒരു വിഷമം. സോ താങ്ക് യു അരുൺ, ഞങ്ങൾക്ക് വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ എത്തിയതിന്. പ്ലീസ്. ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഡിപ്പെൻഡഡ് ആണ്. ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പൊതുവെ കോവിഡിന് ശേഷമാണ് ഈ ട്രേഡിങ്ങിനോടുള്ള ഒരു ആസക്തി എന്ന് പറയാം കൂടി വരുന്നത്. കാരണം ഞാനൊക്കെ ചെയ്യുന്ന സമയത്താണ് 2010 തുടക്കത്തിൽ വിപണിയുടെ സ്ട്രക്ചർ തന്നെ മാറിപ്പോയി കംപ്ലീറ്റ്ലി. ആ ഒരു സമയത്ത് മാർക്കറ്റ് 10 times വാല്യുവേഷനാണ് ഇപ്പോൾ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിന്. ഇപ്പോൾ ഏതാണ്ട് ഒരു 400 ലക്ഷം കോടി രൂപയ്ക്ക് അടുത്തേക്ക് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ 400 trillion വാല്യുവേഷനിലേക്ക് എത്തി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഞാൻ വരുന്ന സമയത്ത് ഏതാണ്ട് 40 ലക്ഷം കോടിക്ക് അടുത്താണ്. ഇപ്പം വിപണി കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പെട്ടെന്നൊരു വലിയ രീതിയിൽ ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. ആ ഒരു സമയത്ത് നമുക്ക് ഇത്രയധികം അവയർനെസ് ഇല്ല. നമ്മൾ കൂടുതൽ കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ആൾക്കാർ ഇത്രയധികം സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രയധികം ഫെമിലർ ആയിട്ടില്ല. ഈ ഒരു മേഖലയിലേക്ക് ആൾക്കാർ കടന്നു വരാൻ വലിയൊരു ബുദ്ധിമുട്ട്. ഞാനൊക്കെ വരുന്ന സമയത്ത് വളരെ റയറായിട്ടുള്ള ആൾക്കാർ ട്രേഡിങ്ങിലേക്കൊക്കെ വരുന്നുള്ളൂ. 2010 പേടിയാണ് മാർക്കറ്റിനെ കുറിച്ച്. അപ്പോൾ ഇന്നെല്ലാ കാര്യങ്ങളും കോവിഡിന് ശേഷം, ബിഫോർ കോവിഡ്, ആഫ്റ്റർ കോവിഡ്, ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിലാണ് എക്കണോമിയിൽ വലിയ രീതിയിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കിങ്ങിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഒരു ആപ്ലിക്കേഷൻ എടുക്കുക, പിന്നെ പോയിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ട്
കുറച്ച് പൈസ കൊടുത്ത് അവിടുന്ന് ടിപ്സ് മേടിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്. ഇപ്പം ടീച്ചിങ്ങിലാണ് ട്രേഡിങ്ങിനേക്കാൾ കൂടുതൽ ആൾക്കാർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ടീച്ചിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു നല്ലൊരു ട്രേഡർ ആവാൻ പറ്റണമെന്നില്ല. കാരണം ഇത് എക്സ്പീരിയൻസ് ഡിപ്പെൻഡ് ആണ്. ഇത് ഒന്നാമത്തെ ഒരു കാരണം വെച്ചാൽ 4 പില്ലേഴ്സാണ് നമ്മുടെ ഏതൊരു ബിസിനസ്സിന്, ട്രേഡിങ്ങിൽ മാത്രമല്ല മറ്റേതൊരു ബിസിനസ്സിന് 4 പില്ലേഴ്സ്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന 4 പില്ലേഴ്സാണ് നമ്മുടെ സക്സസ്സിനെ താങ്ങി നിർത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, നോളജ്, പേഷ്യൻസ്. ഇതിൽ ഫിനാൻഷ്യൽ ഫ്രീഡവും റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിയും ബോൺലി നമ്മളിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. ബാക്കി രണ്ടും നമുക്ക് ആർജിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാതെ നോളജ് ഉണ്ടായിട്ട് കാര്യമില്ല. നോളജ് നമുക്ക് ഷെയർ ചെയ്യാം, പക്ഷേ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിയും ഫിനാൻഷ്യൽ ഫ്രീഡവും നമുക്ക് ബോൺലി ഉണ്ടാക്കിയെടുക്കേണ്ട, ജനറ്റിക്കലി നമുക്ക് ഉണ്ടാവേണ്ട കാര്യമാണ്. കറക്റ്റ്. അതാണ്. പിന്നെ അരുൺ മുമ്പേ പറഞ്ഞ പോലെ എല്ലാ കോച്ചിനും നല്ലൊരു പ്ലെയർ ആകാൻ പറ്റില്ല. ഇല്ല അല്ലേ? ഇല്ല. അപ്പം മാർക്കറ്റിൽ ടീച്ച് ചെയ്യുന്ന ഈ പറയുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിലും അവർ നല്ല ട്രേഡേഴ്സ് ആവണമെന്ന് നിർബന്ധമില്ലെന്നാണ് അരുൺ പറയുന്നത്. അതെ. ഓക്കെ, 2010 ഓൺവേഡ്സ് ആണ് അരുൺ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നത്. അതെ. അന്ന് 40 lakhs ക്രോസ് ആയിരുന്നു ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് ഇന്ന് അന്നത്തെ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ വോളിയം. ഇന്നത് 400 ട്രില്യനായി മാറി. സോ ഈ ഒരു അപ്രിസിയേഷൻ മാർക്കറ്റിൽ വന്നപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അതോ ട്രേഡേഴ്സ്, ഇവരിൽ ആരാണ് പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്? അതായത് ഇത്തിരി മാർക്കറ്റ് മുകളിലോട്ട് വരാൻ ഒന്നാമത്തെ കാരണം ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് FISൻ്റെ ഫ്ലോ ആയിരുന്നു പണ്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ഡയറക്ഷനെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് തന്നെ, ഡൊമസ്റ്റിക് ഫണ്ട്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് തന്നെ വലിയ രീതിയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് നമ്പേഴ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബിഫോർ കോവിഡും ആഫ്റ്റർ കോവിഡുമായിട്ട് വലിയ രീതിയിൽ ആ ഒരു ഫ്ലോ ആണ് മാർക്കറ്റിന്. ഒരു ഓവർ വാല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും പല സെക്ടറിലും പല കമ്പനികളിലും ഓവർ വാല്യൂഷനാണ്, അത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഓവർ വാല്യൂഷനിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഏത് കാലത്തും മാർക്കറ്റിലുണ്ട്. ഇൻഡെക്സിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല, ഇൻഡിവിജ്വൽ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് സ്റ്റോക്കുകൾ ഒരുപാട് മുകളിലോട്ട് ഇനിയും കയറി പോകാറുണ്ട്. അപ്പോൾ വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേമിൽ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് നല്ലത്. പക്ഷേ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും മാർക്കറ്റിലുണ്ട്, അത് തിരിച്ചറിഞ്ഞ് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ. പിന്നെ ഒരു ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു റിസ്ക് റിവാർഡ് ഇതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. കാരണം നമ്മളൊരു 1000 രൂപയുടെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2000 രൂപയെങ്കിലും പ്രോഫിറ്റ് എടുക്കാൻ നമുക്ക് പറ്റണം ആ ഒരു ട്രേഡിൽ. പലരും നേരെ തിരിച്ചിട്ടാണ്. റിസ്ക് റിവാർഡ് റേഷ്യോ 10:1 റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പലരും ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇപ്പം സെബിയുടെ ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് 90% ആൾക്കാർ ലോസാണ് ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ചും ഓപ്ഷൻ ട്രേഡിങ്ങിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്, റിസ്ക് ഇപ്പോൾ 10,000 രൂപയുടെ റിസ്ക് എടുക്കുകയാണെങ്കിൽ 1000 രൂപ പ്രോഫിറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് 90% ആക്യുറസി ട്രേഡിങ്ങിൽ, നമ്മളിപ്പോൾ ട്രേഡിംഗ് കോൾസൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 90% ആക്യുറസി, 100% ആക്യുറസി എന്ന് പറയും. ട്രേഡിംഗ് കോൾസിൽ ആക്യുറസി ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സിക്യൂഷൻ ലെവലിൽ നമുക്കത് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെയാണ് ലോസ് ഉണ്ടാകുന്നതിൻ്റെ, ട്രേഡിംഗ് ലോസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം 1000 രൂപ പ്രോഫിറ്റ് 10 പ്രാവശ്യം 1000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ 10,000 രൂപ ഇവിടുന്ന് ട്രേഡിംഗ് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 1000 രൂപയുടെ ലോസിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നു, നമ്മൾ 10,000 rupees പ്രോഫിറ്റ് എടുക്കുന്നു. ഇങ്ങനെ ഒരു സ്വഭാവം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം. എങ്കിലാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ട് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ നമ്മളെ മൈൻഡ് കൺട്രോൾ, നമ്മുടെ നോളജിനേക്കാൾ ഉപരി മൈൻഡ് കൺട്രോളാണ് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് അരുൺ പറഞ്ഞ പോലെ 4 പില്ലേഴ്സിൽ 2 കാര്യങ്ങൾ. അതെ 4 പില്ലേഴ്സ് തന്നെയാണ്. കാരണം അതെന്താ വെച്ചാൽ നമുക്ക് 2 കാര്യങ്ങൾ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും. ഒന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻസ്, അതുപോലെ തന്നെ നോളജ്, ഇത് നമുക്ക് വളർത്തിയെടുക്കാം. പക്ഷേ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പക്ഷേ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു പോയിൻറ്റ്സാണ്. ഇപ്പോൾ നമ്മളൊരു ട്രേഡർ ആകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുക,
എത്രത്തോളം റിസ്ക് നമുക്ക് എടുക്കാൻ പറ്റും. എല്ലാവരും പ്രോഫിറ്റിനാണ് ആദ്യം മനസ്സിലാക്കിയത്. ഞാൻ 10,000 പ്രോഫിറ്റ് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ എത്രത്തോളം റിസ്ക് എനിക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു മുൻധാരണ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ടിപ്പ് നോക്കി ട്രേഡ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ടിപ്പ് പൈസ കൊടുത്ത് മേടിക്കും. എനിക്കത് തോന്നുന്നത് ചാറ്റ് GPT നോക്കി ഇപ്പോൾ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യോ, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി എന്തിനും ചാറ്റ് GPT ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഗ്രാജുവലി അത് ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ ഗ്രോ ചെയ്യാനോ അവന് തിങ്കിങ് പ്രോസസ്സ് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെയാണ് ഈ ടിപ്പ് മേടിച്ച് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത്. ടിപ്പ് മേടിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ചെയ്യുന്നുള്ളതല്ലാതെ ആ ടിപ്പിനെ ഒന്ന് അനലൈസ് ചെയ്യുകയോ, അല്ലെങ്കിൽ അത് ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് മേടിച്ചോളാൻ പറയുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് എന്തിനു മേടിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ എന്ത് അഡ്വാൻറ്റേജ് ആണ് ഫ്യൂച്ചറിലേക്കുള്ളത്, ഇങ്ങനെയൊന്നും പറയാതെ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാതെയാണ് ഇത് ഈ ഷെയർസ് ടിപ്പിൽ ആൾക്കാർ മേടിക്കുന്നത്. അതിന് അരുൺ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായമുള്ളത്? അതായത് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ റിസ്ക് ഉണ്ടാവുന്നത്, അതായത് റിസ്ക് കംസ് ഓൺലി വെൻ നോട്ട് നോയിങ് വാട്ട് യു ആർ ഡൂയിങ് എന്നാണ്. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ടാവുന്നു. സാധാരണഗതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഭൂരിഭാഗം ആൾക്കാർക്കും നഷ്ടം വരുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല എന്നാണ്. സത്യത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ, ആസ് എൻ ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കമ്പനിയുണ്ട്, ഒരു ബിസിനസ് ഉണ്ട്. ആ കമ്പനി എന്താണ്, കമ്പനിയുടെ പേരറിയാം, പക്ഷേ കമ്പനി ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് അറിയില്ല. കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു 100 രൂപ വെച്ചിട്ട് 100 രൂപ ഒരു ഓഹരിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കമ്പനിക്ക് ഒരു വാല്യൂ ഉണ്ട്. അതിൻ്റെ എത്രയോ മടങ്ങായിരിക്കും അതിൻ്റെ വാല്യൂ. ആ വാല്യൂ എന്താണെന്ന് അറിയുന്നില്ല. നമ്മളൊരു പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ മേടിക്കുന്നത്. അതിൻ്റെ വാല്യൂ മനസ്സിലാക്കും, അതിൻ്റെ സ്ഥലത്തിൻ്റെ 4 അതിരുകൾ നമ്മൾ നോക്കും, അതുപോലെ തന്നെ ഭാവിയിൽ എന്തെങ്കിലും അവിടുത്തെ വളർച്ച സാധ്യതകളെ നമ്മൾ പരിശോധിക്കും, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇവിടെ നമ്മളതൊന്നും നോക്കുന്നില്ല. ഇവിടെ എന്താ, ആരെങ്കിലും ഒരു ടിപ്പ് നമുക്ക് തരുന്നു, അത് നോക്കിയിട്ട് നമ്മൾ മേടിക്കുന്നു. അപ്പോൾ മേടിക്കുന്ന കമ്പനി എന്താണ്, അതിൻ്റെ ബിസിനസ് എന്താണ്, അതിൻ്റെ പ്രൊമോട്ടർ ആരാണ്, കേവല ആ കമ്പനിയുടെ അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്, ലോങ് ടേം പൊട്ടൻഷ്യൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഗാംബ്ലിംഗ് ആണ്. അതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഗാംബ്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അതൊരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷെ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവിടെ പ്രൈസ് ഇല്ല, ട്രെൻഡാണ്. ഇതാണ് ഒരു ട്രേഡറും ഇൻവെസ്റ്ററും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. 2 ചോദ്യങ്ങൾ എനിക്ക് അതുകൊണ്ട് ചോദിക്കാനുണ്ട്. ഒരു നല്ല ഇൻവെസ്റ്റർ ആകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? 1. 2, ഒരു നല്ല ട്രേഡർ ആവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നല്ലൊരു ഇൻവെസ്റ്റർ ആവണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് പേഷ്യൻസ് തന്നെയാണ്. കാരണം ഒരു കമ്പനിയുടെ ഓഹരി നമ്മൾ വാങ്ങുമ്പോൾ നമ്മളതിൻ്റെ ഉടമകളാവുകയാണ്. ആ സത്യം അറിയാതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ധൃതി. നമുക്കിത് പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കും. അതൊരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ നമുക്ക് നടക്കില്ല. ഒരു കുട്ടി ജനിക്കണമെങ്കിൽ കേവലം ഒരു 10 മാസം ഉണ്ടാവണം, അല്ലാണ്ട് നടക്കില്ല. അപ്പോൾ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 4 ക്വാർട്ടർ റിസൾട്ടെങ്കിലും ഒരു കമ്പനിയുടെ അനലൈസ് ചെയ്യാതെ, അല്ലെങ്കിൽ അത്രത്തോളം വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ ശോഭിക്കാൻ വേണ്ടി പറ്റില്ല മാർക്കറ്റിൽ. ഒരു കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് 4 അപ്പോൾ റിസൾട്ട് ബെറ്റർ ആകുമ്പോൾ അത് സ്റ്റോക്ക് പ്രൈസിലും ആ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേവലം അത് വളരാനുള്ളൊരു സമയം നമുക്ക് അതിന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റർ ആകുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കമ്പനിയെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം. കാരണം നമ്മളതിൻ്റെ ഉടമകളാണ്. ആ കമ്പനിയുടെ എല്ലാ സാധ്യതകളെക്കുറിച്ചും റിസ്കിനെക്കുറിച്ചും നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ്, ഒരു ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മാർക്കറ്റിനെ സമീപിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞു, റിവാർഡ്, റിസ്ക്. കാരണം മാർക്കറ്റിൽ നമ്മളെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയാൽ റിസ്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നഷ്ടം നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ലാഭത്തിലേക്ക് ഒരു സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ലാഭം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ലാഭത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ലോസ് നമ്മൾ നോക്കിയിരിക്കും. ഒരു സ്റ്റോക്ക് മേടിച്ച് കഴിഞ്ഞാൽ എത്രയാണോ 100 രൂപയുടെ ഒരു സ്റ്റോക്ക് മേടിച്ച് കഴിഞ്ഞാൽ 100 രൂപയും നമുക്ക് ലോസ് വരാം. ആ കമ്പനി ഇല്ലാതായ 100 രൂപയും നമ്മുടെ ലോസാണ്. പക്ഷേ പ്രോഫിറ്റ് 2 രൂപ 3 രൂപ 5 രൂപ പ്രോഫിറ്റ് എടുത്തിട്ട് മാറുന്ന സ്ഥിതിവിശേഷമാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ അതാണ് പ്രോഫിറ്റ് കുറയാനും ലോസ് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഇപ്പം ഈ റീസെൻ്റായിട്ട് ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ വാറുണ്ടായിരുന്നു. അതിപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ പുതിയ ഇഷ്യൂസ് വന്നിരിക്കുന്നു. ഇത് എത്രത്തോളം മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും?
ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഇപ്പം 1981 100 സ്റ്റാർട്ട് ചെയ്ത സെൻസെക്സ് ഇന്ത്യയിൽ ഏതാണ്ട് 2 പ്രധാനമന്ത്രിമാരുടെ വധമുണ്ടായി. അതിനുശേഷം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, 3 വലിയ രീതിയിലുള്ള സാമ്പത്തിക റെസിസ്റ്റൻസ് വന്നു. അതിനുശേഷം കോവിഡ്, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ദുരന്തം, മഹാമാരിയായിരുന്നു കോവിഡ് വന്നപ്പോൾ അതിനുശേഷമാണ് മാർക്കറ്റിൻ്റെ യഥാർത്ഥ വളർച്ച നമ്മളൊക്കെ കണ്ടത്. ഞാൻ പറഞ്ഞ 2008 ലേമാൻ ബ്രദേഴ്സിൻ്റെ തകർച്ചയെ തുടർന്ന് ലോക സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ സമയത്ത് സെൻസെക്സ് 7,000 വന്നു, 7,000 പോയിന്റിലേക്ക് വന്നു. അവിടെ നിന്ന് 80,000 പോയിന്റിലേക്ക് സെൻസെക്സ് എത്തി നിൽക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ വിപണി ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോഴും പുതിയ ഉയരങ്ങൾ താണ്ടി വരികയാണ് ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റീസും കിട്ടുകയാണ് ചെയ്യുന്നത്. കോവിഡിന് ശേഷം ഇനി വിപണി കുറച്ചു കാലം മാന്ദ്യത്തിലായിരിക്കും എന്ന് പറഞ്ഞ സമയത്താണ് അന്ന് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് കണ്ട 2 സെക്ടറുകൾ, ഓട്ടോ, ബാങ്കിങ്, അവിടുന്ന് മെനി ടൈംസ് റിട്ടേൺ കൊടുത്തു ഇൻവെസ്റ്റേഴ്സിന്. അപ്പോൾ ഓരോ പ്രശ്നങ്ങളും പുതിയ സാധ്യതകൾ മുന്നോട്ട് തുറക്കുകയാണ് ചെയ്യുന്നത്. ലോങ് റണ്ണിൽ മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോവുക. പക്ഷേ അതിനിടയ്ക്ക് ചെറിയ ഡിപ്സ് ഉണ്ടാവും. ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അതായത് പണ്ട് മുതൽ ഈ ഒരു ഇഷ്യൂ മാർക്കറ്റിലുണ്ട്. അതായത് റോൾ ഓവർ. അരുൺ ആ മാർക്കറ്റിലുണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ 98 ഓൺവേർഡ്സ് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അപ്പം നമുക്ക് ക്യാരി ഓവർ ഫെസിലിറ്റി ഉണ്ട്. ഇപ്പം ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് ക്ലോസ് ചെയ്യേണ്ട, ഇന്ന് മേടിച്ച പൊസിഷൻസ് ഇങ്ങനെ ക്യാരി ഓവർ ചെയ്ത് മാസങ്ങളോട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു മാർക്കറ്റ് തീർന്നു. അത് കഴിഞ്ഞ് ഡിമാറ്റിലേക്ക് ഷെയറുകൾ വന്നപ്പോഴത്തേക്കും ആൾക്കാർ പറഞ്ഞു മാർക്കറ്റ് തീർന്നു. പക്ഷേ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്ന മാർക്കറ്റിന് നല്ലതാണ്. പക്ഷേ ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഈ ഇഷ്യൂസ് അത് പക്ഷേ ഒത്തിരി ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷ് ലോസ് ആകാനുള്ള സാധ്യതകളുണ്ട് അല്ലേ? ട്രേഡേഴ്സിൻ്റെ ക്യാഷ് ലോസ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിനും ഇപ്പോൾ ഇതിൽ ട്രേഡേഴ്സിന് എന്തൊക്കെ കാര്യങ്ങളാണ് മുമ്പോട്ട് നമുക്ക് ഒരു നല്ല ട്രേഡർ എങ്ങനെയായിരിക്കണം ട്രേഡ് ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ ടിപ്പ് മേടിച്ച് ട്രേഡ് ചെയ്യുക, അങ്ങനെ അല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള. അപ്പോൾ അരുൺ ഒരു സക്സസ്ഫുൾ ട്രേഡറാണ്. അരുൺ എനിക്കറിയാവുന്നത് വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കി പോകുന്ന ഒരാളാണ്. അപ്പം അരുൺ എങ്ങനെ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡേ ട്രേഡിനെ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. എങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ചെയ്യും. കാരണം നമ്മളൊരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു പൊസിഷൻ എടുക്കാൻ വേണ്ടി ഒരു അവസരം നമുക്ക് എല്ലാ ദിവസവും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റിൽ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യാറുണ്ട്. പക്ഷേ ഓപ്ഷൻ ട്രേഡിങ്ങിൽ പൊതുവേ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ ഏത് സമയത്തും നമുക്ക് മാർക്കറ്റിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് പൊസിഷൻ നോക്കിയിരിക്കുക എന്നുള്ളൊരു നടക്കുന്ന കാര്യമല്ല. എങ്കിലും ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കറക്ഷൻ വരുമ്പോൾ ഫണ്ടമെൻ്റലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ടെക്നിക്കൽ സൈഡിനെയും കൂടെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാൻ സാധാരണ ട്രേഡ് ചെയ്യാറ്. ഇത് രണ്ടും മസ്റ്റാ അല്ലേ? യെസ്. ഓക്കെ. ഇപ്പോൾ കഴിഞ്ഞ ഒരു കുറേ നാളുകളായിട്ട് അരുൺ എനിക്ക് അയച്ചു തരുന്ന വാട്സാപ്പിൽ അയച്ചു തരുന്ന എല്ലാം ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളെനിക്ക് വളരെ ഒരു ചെറിയ സ്റ്റോക്ക്, ഒരു 6 റുപ്പീസ് 5 റുപ്പീസ് വരുന്നൊരു സ്റ്റോക്ക്, ട്രൂ ക്യാപ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ മനസ്സിലൊരു പെന്നി സ്റ്റോക്കാണല്ലോ എന്നുള്ളൊരു ഫീല് ഒരു ഇത്ര മാസമായി, ഇപ്പോൾ ഒരു 1.5 മാസമല്ലേ ഉള്ളൂ, മാക്സിമം 1.5 മാസമേ ആയിട്ടുള്ളൂ. ആ ഷെയർ ഇന്ന് 16 രൂപയാണ്. ഫ്രം 5 to 16 റുപ്പീസ്. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തേ? സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഒന്നാമത്തെ നമ്മൾ സ്മോൾ ക്യാപ്പ് പെന്നി സ്റ്റോക്ക് എന്നുള്ള നമ്മൾ സാധാരണ രീതിയിൽ 10 രൂപയിൽ താഴെയുള്ള അല്ലെങ്കിൽ 20 രൂപയിൽ താഴെയുള്ള സ്റ്റോക്കുകൾ, വില കുറഞ്ഞ സ്റ്റോക്കുകളിൽ നിന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ പ്രൈസ് അല്ല, കമ്പനിയുടെ വാല്യൂഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലാണ്. കാരണം 20 രൂപയുള്ള പല സ്റ്റോക്കുകളും 25,000 50,000 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയുണ്ട്. ഇപ്പം 1000 കോടി നമ്പർ ഓഫ് ഷെയർസ് 1000 CR ഉണ്ടെങ്കിൽ 20 രൂപയ്ക്ക് 20,000 കോടിയായി മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ പ്രൈസ് മാത്രമല്ല, പലരും പഠിച്ചു വെച്ചിരിക്കുന്നതും പിന്തുടർന്ന് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ പലതും തെറ്റായിട്ടുള്ളതാണെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 10 രൂപയുള്ളൊരു സ്റ്റോക്കിന് 100 കോടി ഷെയർസ് ഉണ്ടെങ്കിൽ അതിന് 1000 കോടി രൂപയാണ് വാല്യൂഷൻ. പക്ഷേ 100 കോടി രൂപയുള്ളതിന് 1 കോടി ഷെയർസ് ഉണ്ടെങ്കിൽ അതിന് 100 കോടിയാണ് വാല്യൂഷൻ. അപ്പോൾ പ്രൈസ് അല്ല, നമ്പർ ഓഫ് ഷെയർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പ്രൈസ് കുറഞ്ഞോട്ടെ, 2 രൂപയുള്ള സ്റ്റോക്ക് പോലും 2000 3000 5000 കോടി രൂപ വാല്യൂഷനുള്ള സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതല്ല, ഇപ്പോൾ ഒരു സ്റ്റോക്കിന് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല കമ്പനി മേടിക്കുക എന്നുള്ളതല്ല, നല്ല കമ്പനി അവരുടെ മോശം സമയത്ത് മേടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നുകൂടെ പറഞ്ഞ്.
നല്ല കമ്പനിയുടെ ഷെയർ നമ്മൾ മേടിക്കുക എന്നുള്ളതിലുപരി നല്ല കമ്പനി അവരുടെ മോശം സമയങ്ങൾ വരുമ്പോൾ, ഇപ്പം എത്ര മികച്ച മോശമായിട്ട് വരുമ്പോൾ റിസൾട്ട് മോശമെന്നല്ല, പല പ്രശ്നങ്ങളും ഇപ്പോൾ ആഗോളതലത്തിലായാലും സാമ്പത്തിക മേഖലയിലായാലും കമ്പനിക്ക് തന്നെ നെഗറ്റീവ് റിപ്പോർട്ടുകൾ ഉണ്ടാവാം, റൂമേഴ്സ് ഉണ്ടാവും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ പാനിക്കായിട്ട് നമ്മൾ സെല്ലിംഗ് സൈഡിലേക്ക് പോകും. നമ്മളെപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കോവിഡ് വന്നൊരു സമയത്ത് നമ്മുടെ ഇൻവെസ്റ്ററെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ, കോവിഡ് വന്നൊരു സമയത്ത് ടാറ്റ മോട്ടോഴ്സിൻ്റെ JLR അന്ന് ജാഗുർ ലാൻഡ് റോവറിനെ ഏറ്റെടുത്ത് ലോകത്തിലെ ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ JLRനെ ടാറ്റ മോട്ടോഴ്സ് ഏറ്റെടുത്ത സമയത്ത് വലിയ രീതിയിൽ ബാധ്യത വന്നു കമ്പനിക്ക്. അപ്പോൾ ആ ഒരു സമയത്താണ് കോവിഡ് വന്നു, മാന്ദ്യം വന്നത്. അപ്പോൾ 55 രൂപയിലേക്കാണ്, ഏതാണ്ട് 300-400 രൂപയിൽ നിന്ന് 55 രൂപയിലേക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് വന്നു. ആ സമയത്ത് എല്ലാവരും പാനിക്കായി. അപ്പോൾ അന്ന് ആ ഒരു സമയത്ത് 15,000 കോടി രൂപയ്ക്കാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാഹന നിർമ്മാതാക്കൾ നമുക്ക് കിട്ടുന്നത്. ഇത് ടാറ്റ മോട്ടോഴ്സ് JLRൻ്റെ ഓണേഴ്സാണ്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല. ഇന്ന് ടാറ്റ മോട്ടോഴ്സ് അവിടെ നിന്ന് കയറിയിട്ട് 1000 രൂപയ്ക്ക് മുകളിലോട്ട് പോകുമ്പോഴേക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ വാല്യൂഷൻ എന്ന് പറയുന്നത് 3 ലക്ഷം കോടി രൂപയിലേക്ക് എത്തി. കറക്റ്റ്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി, ടാറ്റ മോട്ടോഴ്സ് 100 രൂപയ്ക്ക് മേടിച്ചാലും 50% ലോസ് കണ്ടു. ഒരു 6 മന്ത് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു 6 മന്ത് ഹോൾഡ് ചെയ്യേണ്ടത് 50% ലോസിലാണ് നമ്മുടെ പോർട്ട്ഫോളിയോ. ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഒന്നുകിൽ നമ്മൾ പാനിക്കായിട്ട് എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ഈവൻ ടച്ച് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യും. പക്ഷേ യഥാർത്ഥ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരു 100 ടൈംസ് അല്ലെങ്കിൽ 20 ടൈംസ് റിട്ടേൺ നമുക്ക് ആ സ്റ്റോക്കിൽ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒരു 5 ഇയർ ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റിലയൻസിൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, റിലയൻസ് ആ ഒരു സമയത്ത് ലേമാൻ ബ്രദേഴ്സിൻ്റെ ക്രൈസിസ് ഉണ്ടായ ഒരു സമയത്താണ് ഏഷ്യൻ പെയിൻസിൻ്റെ ഓഹരി അവരേതാണ്ട് 5% സ്റ്റേക്ക് എടുക്കുകയാണ്. 900 കോടി രൂപയ്ക്ക് ഏഷ്യൻ പെയിൻസിൻ്റെ 5% സ്റ്റേക്ക് റിലയൻസ് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അന്ന് ഏഷ്യൻ പെയിൻസ് എന്നൊരു കമ്പനി ഇത്രയും ഫെമിലിയർ അല്ല. കമ്പനി പെയിൻറ്റ് സെക്ടർ ഒരു ഗ്രോ ചെയ്യുന്ന ഒരു ടൈമാണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം കമ്പനി വളർന്നു. എല്ലാ ദിവസവും റിലയൻസ് ഏഷ്യൻ പെയിൻസിൻ്റെ പ്രൈസ് എടുത്ത് നോക്കാറില്ല. വളർന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏഷ്യൻ പെയിൻസിൻ്റെ സ്റ്റോക്ക് 5% സ്റ്റേക്കിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10,000 CR എബോവ് ആണ്. 900 കോടി രൂപ 10,000 കോടി രൂപയിലേക്ക് എത്തി. അതിപ്പോൾ റിലയൻസ് ആണോ ഇൻവെസ്റ്റ് ചെയ്തത് നമുക്ക് പറയാം, എങ്കിലും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് റിലയൻസ് 900 കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 9,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇന്നതിൻ്റെ വാല്യൂ 1 lakh rupees. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ കണ്ണിൽ കൂടെ കാണുമ്പോൾ നമ്മൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ലോങ് ടേം പൊട്ടൻഷ്യലിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വളർച്ചാ സാധ്യതയെ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ചെറുകിട കമ്പനികളിലും പെന്നി സ്റ്റോക്കിലും ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം ഇപ്പോഴത്തെ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളെല്ലാം ഒരു കാലത്ത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ആയിരുന്നു. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 15 വർഷം മുന്നേ അന്ന് സെൻസെക്സിലും നിഫ്റ്റിയിലുള്ള പല സ്റ്റോക്കുകളും, ഇപ്പോൾ റിലയൻസ് ADAG ഗ്രൂപ്പ് നോക്കുക, റിലയൻസ് അനിൽ അംബാനിയുടെ ഷെയറുകൾ കമ്പനികളൊക്കെ പലതും ഇന്ന് ഇല്ല, ഔട്ടായിപ്പോയി. അപ്പോൾ അന്ന് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ വാല്യൂ 2.7 ട്രില്യൺ ആയിരുന്നു. 2,75,000 കോടി രൂപ മാർക്കറ്റ്. ഭാരതി എയർടെലിനേക്കാളും മുന്നിലായിരുന്നു. ഇന്ന് സെൻസസിലുള്ള പല കമ്പനികളും അന്നത്തെ ആർക്കോമിനേക്കാൾ ചെറുതാണ്, നമ്മൾ ഓർക്കേണ്ട കാര്യം. ഇന്ന് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ വാല്യൂ 100 കോടി രൂപയാണ്. 99% വൈപ്പ് ഔട്ടായിപ്പോയി. അപ്പോൾ ഈ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് സംജാതമായത്? നമ്മൾ മാർക്കറ്റിനെ ശരിക്കും അതിൽ പല ഇൻവെസ്റ്റേഴ്സിനും പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫണ്ടമെൻ്റലായി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ വലിയ രീതിയിൽ ഡെപ്റ്റ് ഹോൾഡ് ചെയ്ത കമ്പനിയായിരുന്നു ADAG ഗ്രൂപ്പ്, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ റിലയൻസ് ക്യാപിറ്റൽ, റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ കയറി വന്നു. എങ്കിലും പല കമ്പനികളും തകർന്നു പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ബാലൻസ് ഷീറ്റ് അത്രത്തോളം സ്ട്രോങ് ആയിരുന്നില്ല. അവർക്ക് ലോങ് ടേം വിഷൻ ഉണ്ടായിരുന്നില്ല. ഭാവിയിലേക്ക് വളർച്ചാ സാധ്യതയുള്ള ബിസിനസ് ആയിരുന്നില്ല കമ്പനി കൈകാര്യം ചെയ്തത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ നമുക്കൊരു ഒബ്സർവേഷനിൽ കൂടെ ഒരു പരിധിവരെ സാധിക്കും. എങ്കിലും റിസ്ക് ഉണ്ട്, പക്ഷേ ആ റിസ്കിനെ നമുക്ക് നോളജ് കൊണ്ട് ഒരു പരിധിവരെ കവർ ചെയ്യാൻ പറ്റും. ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മാർക്കറ്റ് ഉയർന്നു നിൽക്കുമ്പോഴും കയറി വരാൻ സാധ്യതയില്ല, കയറാത്ത സ്റ്റോക്കുകളുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒരു മാർക്കറ്റ് ഒരു 50% ഇൻഡെക്സ് കറക്റ്റ് ചെയ്താലും ഇവിടുന്ന് 200% റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഇപ്പോഴും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ട്രൂ ക്യാപ്പിൻ്റെ കാര്യം എന്ന് പറയുന്നത് കമ്പനി വലിയ രീതിയിൽ നിന്ന് താഴോട്ട് വന്നൊരു സ്റ്റോക്കാണ്. ഏതാണ്ട് ഒരു 80%ഓളം പ്രൈസിൽ കറക്ഷൻ വന്നു. ആ ഒരു ഘട്ടത്തിൽ മറ്റൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു റൂമറായിട്ട് മാർക്കറ്റിൽ വന്നായിരുന്നു. അപ്പോൾ അത് സ്റ്റഡി ചെയ്തു. പിന്നെ കമ്പനിയുടെ ഒരു സാധ്യതകളെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ അങ്ങനെ പല കമ്പനികളിലും നമുക്ക് വലിയ രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. റിസ്ക് ഉണ്ട്, എങ്കിലും ആ റിസ്ക് നമ്മൾ ഒരു പരിധിവരെ നമ്മൾ
മാനേജ് ചെയ്യാൻ നമുക്ക് ഇല്ലാതെ ഒരു ബിസിനസ് ചെയ്യാൻ ഒരിക്കലും ഇല്ല. പറ്റില്ല. റിസ്ക് നമ്മളൊരു ഇല്ലാതെ ലാൻഡ് മേടിച്ചാൽ തന്നെയും അത് ഓ വിറ്റ് പോയില്ലെങ്കിൽ അത് റിസ്ക് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം ഒന്നാമത്തെ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗോൾഡിനും ഷെയറിനുള്ളത് അതിൻ്റെ ലിക്വിഡിറ്റിയാണ്. കറക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റിയാണ്. നമുക്കിപ്പം പെട്ടെന്നൊരു പൈസക്ക് ആവശ്യം വന്നാൽ പാർഷ്യലായിട്ട് കൊടുക്കാം, ഫുള്ളായിട്ട് നമുക്ക് സെല് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിക്വിഡിറ്റിയാണ് ഗോൾഡിനെയും സ്റ്റോക്കിനെയും എപ്പോഴും അട്രാക്റ്റീവായിട്ട് മാറ്റുന്നത്. ഈ വലിയ പോർട്ട്ഫോളിയോസ് കൈകാര്യം ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ അദ്ദേഹം ഇപ്പോൾ ഇല്ല, ശ്രീ ജുഞ്ചുംവാല, അങ്ങനെയുള്ള ആൾക്കാർ അസറ്റ് അക്യുമുലേറ്റ് ചെയ്ത് ഈ അരുൺ പറഞ്ഞ മോഡലിൽ കൂടെയാണോ അതോ? എന്തൊക്കെ പറഞ്ഞാലും അവരൊക്കെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തവരല്ല. ജുഞ്ചുംവാലയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സാധ്യതകളെ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റിൽ വന്ന് വലിയ രീതിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ അവർ ഇൻവെസ്റ്റ് ചെയ്തത് ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ തന്നെയായിരുന്നു. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ പിന്നീട് ട്രേഡിങ്ങിലേക്കും മറ്റ് ആക്ടിവിറ്റീസിലേക്കും പോയത്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു കാലഘട്ടത്തിൽ വിപണിക്ക് വലിയ രീതിയിലൊരു സാധ്യതകൾ നമ്മൾ പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ അവരത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ലോങ് റണ്ണിൽ അതിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. വളർച്ചാ സാധ്യതയുള്ള പല കമ്പനികൾ, ടൈറ്റാനൊക്കെ ചെറിയ വളർച്ച, അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ടൈറ്റാനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തത്. ജിയോജിത്തിലൊക്കെ ഒരു ബ്രോക്കിംഗ് രംഗത്തെ സാധ്യതകളൊക്കെ വളരെ മുന്നേ തന്നെ ജിഞ്ചുൻവാലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ്. ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം. കമ്പനിയുടെ വളർച്ചാ സാധ്യത, കമ്പനി വളരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മളെല്ലാ മുട്ടയും ഒരു കൂട്ടയിലിടരുത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം ഒരു കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഒരു 10 കമ്പനിയിൽ നല്ല 10 കമ്പനി തിരഞ്ഞെടുത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനി കംപ്ലീറ്റ് എലിമിനേറ്റ് ആയി പോയാൽ നമുക്ക് അവിടെ വരാൻ പറ്റുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നത് 10% ആണ്. കാരണം 10 കമ്പനികളെ നമ്മൾ തുല്യമായി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനി 0 ആയിപ്പോയാൽ നമുക്ക് അവിടെ സംഭവിക്കുന്ന നഷ്ടം മാക്സിമം 10% ആണ്. പക്ഷെ നമ്മളെല്ലാം ഒരു കമ്പനിയിലാണെങ്കിലോ 100% ലോസ് 100% ലോസ് ആവും. അപ്പോൾ അതാണ് നമ്മളൊരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അരുൺ പറയുകയാണെങ്കിൽ, മീൻസ് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എന്തുകൊണ്ടാണ് ഈ ലോസ് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു, ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്യാത്തതുകൊണ്ടാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതല്ലാണ്ട് ഇപ്പം നവേഴ്സ് കുറേ ലോസുകൾ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഈ റീറ്റെയിലേഴ്സിൻ്റെ ലോസുകൾ വരാൻ സാധ്യത? റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നഷ്ടത്തിന് പ്രധാനപ്പെട്ട കാരണം അവർ മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും വൈകിട്ടായിരിക്കും, കുറേ താമസിച്ചിട്ടായിരിക്കും. അപ്പോൾ റൂമേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് എപ്പോഴും ഡിസ്കൗണ്ടഡ് ആണ്, പ്രൈസ് ഡിസ്കൗണ്ടഡ് ആണ്. ഒരു ന്യൂസ് മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്താൽ അതിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അറിയാൻ കുറച്ച് ലേറ്റായിട്ടാണ് കാര്യങ്ങൾ അവർ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് മാർക്കറ്റിൽ വരുന്ന പോസിറ്റീവ് ന്യൂസ് മാർക്കറ്റിനെ വീണ്ടും നെഗറ്റീവാണ് ആക്കുക. അതുപോലെ തന്നെ പോസിറ്റീവ് മാർക്കറ്റിൽ എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും മാർക്കറ്റ് അത്രയധികം അതിനോട് ന്യൂസിനോടധികം റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഒന്നാമത്തെ നമ്മൾക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഡൽഹി അസംബ്ലി ഇലക്ഷനിൽ BJP അധികാരത്തിൽ വന്നപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ ഒരു സമയത്താണ് അങ്ങനെ ഒരു ന്യൂസ് വരുന്നെങ്കിൽ വിപണി വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ. പക്ഷേ അന്നത്തെ ഒരു ദിവസം നമ്മൾ നോക്കുക, അത്രയും മാർക്കറ്റിനെ ഫണ്ടമെൻ്റലി സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണത്. ഒരു സ്റ്റേബിളായിട്ടുള്ള ഗവൺമെൻറ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും, പ്രത്യേകിച്ചും ഡൽഹിയിൽ നമ്മുടെ തലസ്ഥാന നഗരത്തിലെ BJP നേതൃത്വത്തിലൊരു ഗവൺമെൻറ് ആ ഒരു സമയത്ത് വരുന്നത് തീർച്ചയായിട്ടും വിപണി വളരെ പോസിറ്റീവായിട്ട് കണ്ട കാര്യമാണ്. പക്ഷേ അന്ന് മാർക്കറ്റ് ഏതാണ്ട് നിഫ്റ്റി എനിക്ക് തോന്നുന്നു ഒരു 400 പോയിൻ്റ് കറക്ഷനാണ് വന്നത്. എന്താണ് കാരണം വെച്ചാൽ റീറ്റെയിലേഴ്സ് എല്ലാം ഒരു ബൈങ് സൈഡിൽ എക്സ്പോഷർ എടുത്തു, ലിവറേജ് പൊസിഷൻസ് എടുത്തു. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു? ആൻറ്റി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പാർട്ടിസിപ്പേഷൻ തിയറി തന്നെ ഉണ്ട് മാർക്കറ്റിൽ. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഫണ്ട് ഹൗസുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അത് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞത്, ഉദാഹരണത്തിന് മാർക്കറ്റ് കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഓവർ കറക്ഷൻ സംഭവിക്കുന്നത്? മാർക്കറ്റ് ഒരു കറക്ഷൻ വന്നതിന് ശേഷമാണ് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുന്നത്. ഇപ്പോൾ ലിവറേജ് പൊസിഷൻസ് ആയിരിക്കുമല്ലോ കൂടുതലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ലിവറേജ് പൊസിഷൻസ് ആയിരിക്കും. അത് അവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റ് ഒരു സ്ട്രോങ് ഹാൻഡിലേക്ക് എത്തുമ്പോൾ മാത്രമേ മാർക്കറ്റ് അവിടുന്ന് അങ്ങോട്ട് കയറി വരുള്ളൂ. അപ്പോൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും മാർക്കറ്റ് ഇനി മുകളിലോട്ടാണെന്നുള്ള പ്രതീക്ഷയിൽ ലിവറേജ് എടുത്തിട്ട് പൊസിഷൻസ് ഹോൾഡ് ചെയ്യും. പക്ഷേ അവരുടെ ഒരു പേഷ്യൻസ് നശിക്കുമ്പോൾ വീണ്ടും സെൽ ഓഫ് വരും, വീണ്ടും താഴോട്ട് പോകും മാർക്കറ്റ്. അപ്പോൾ പാനിക് സെല്ലിങ് വീണ്ടും ഈ മേടിച്ച് വെച്ചവരും വീണ്ടും താഴെ കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്യും. വീണ്ടും ആ ഒരു സൈക്ലിംഗ് ആണ്. മാർക്കറ്റ് അവിടുന്ന് കയറി വരുമ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസിൽ നിന്നൊരു ട്രിഗർ എടുത്തിട്ടാണ് മാർക്കറ്റ് അടുത്ത് റാലി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ റാലി സ്റ്റാർട്ട് ചെയ്ത് കയറുമ്പോൾ കറക്ഷനിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴേക്കും എല്ലാവരും
ഭയപ്പെട്ട് പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആകുമ്പോൾ പിന്നീടാണ് അതൊരു സ്ട്രോങ് ഹാൻഡിലേക്ക് പൊസിഷൻസ് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് മാർക്കറ്റ് കയറി ഒരു ബുൾ മാർക്കറ്റിലേക്ക് പോകും. ബുൾ മാർക്കറ്റിലേക്ക് പോയതിന് ശേഷം ഈ പറഞ്ഞതുപോലെ 10 രൂപയ്ക്ക് മുമ്പ് വിറ്റ സ്റ്റോക്ക് നമ്മൾ വീണ്ടും കയറി 100 രൂപയ്ക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സൈക്ലിംഗ് ആണ് മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പോൾ വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിലല്ലാതെ നമുക്ക് ഷോർട്ട് ടേമിലേക്ക് നമുക്കൊരു പ്രഡിക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും പരാജയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മാർക്കറ്റിലെ ഒപ്റ്റിമിസം ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോഴാണ് ബെയർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എന്നാൽ ബെയർ മാർക്കറ്റിൽ എത്തിയിട്ട് മാർക്കറ്റിൽ എല്ലാവരും വളരെ നിരാശരായി നിൽക്കുന്ന സമയത്താണ് അവിടുന്ന് ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ട്രിഗർ എടുക്കുന്നുണ്ട് കൃത്യമായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോവിഡ് വന്ന സമയത്ത് ഇനി ഒരു 5 വർഷത്തേക്ക് ഓട്ടോ സെക്ടറുകൾ, ബാങ്കിങ് സെക്ടറുകൾ, അനലിസ്റ്റുകളുടെ പോയിന്റ് ഒക്കെ കറക്റ്റാണ്, കാരണം മാന്യം വരാൻ വേണ്ടി പോവാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത്? അവിടുന്ന് 10 ടൈംസാണ് സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടെ പല കമ്പനികളുടെയും വാല്യൂഷൻ കയറി പോയത്. ആരും പ്രതീക്ഷിച്ചില്ല അത്. പക്ഷേ എന്ത് സംഭവിച്ചു? റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ അവിടുന്ന് കുറഞ്ഞു. മാർക്കറ്റ് വീണ്ടും കയറി ഒരു ലെവലിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് വീണ്ടും റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വരുന്നത്. അപ്പോൾ റീറ്റെയിൽ ബിസിനസ് പലർക്കും പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ട്രേഡിങ്ങിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് ലോങ് റണ്ണിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഒരു സസ്റ്റെയിൻ ചെയ്ത് അവർക്ക് പോകാൻ വേണ്ടി പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ നമ്മൾ സ്റ്റേ വിത്ത് ഇൻവെസ്റ്റ് ആണ്, അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ നമ്മളിപ്പോൾ മുമ്പേ അരുൺ പറഞ്ഞ പോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റിൽ വലിയൊരു പ്രാമുഖ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ആസ് പെർ മൈ നോളജ് മാർക്കറ്റ് കയറണമെങ്കിലും ഇറങ്ങണമെങ്കിലും ഫണ്ട്സ് വിചാരിക്കണം, അല്ലേ? റീറ്റെയിലേഴ്സ് അതിൻ്റെ പുറകെ പോകുന്ന അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ഒരു രീതിയല്ലേ ഉള്ളൂ. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലേക്കല്ല അത് പോകുന്നതെന്ന് മാത്രം. മാർക്കറ്റിനെ ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മാർക്കറ്റിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുന്ന സമയത്താണ് മാർക്കറ്റിൽ സെൽ ഓഫ് വരുന്നത്. അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ലേറ്റായിട്ടാണ് നമ്മളതിനെ തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. മാർക്കറ്റ് ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന സമയത്താണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് മാർക്കറ്റ് കറക്ഷൻ വന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, മാർക്കറ്റിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരിക്കും. കറക്റ്റ്. ഈ വലിയ മീനിന് പുറകെ എപ്പോഴും ചെറിയ മീൻ, അതെ, അതിനകത്ത് തീർച്ചയായിട്ടും യാതൊരു മാറ്റമുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ ഓഫ് കോഴ്സ് മാർക്കറ്റ് കയറണമെങ്കിൽ FISO DISO ഒക്കെ വന്ന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ കയറൂ. കഴിഞ്ഞ മാസത്താണ് ഏറ്റവും കൂടുതൽ SIP ഹിറ്റ് വന്നിരിക്കുന്നത്. 26,600 crores വന്നിരിക്കുന്നത് ഒരു മാസം. സോ ഇങ്ങനെയുള്ള സപ്പോർട്ട് മാർക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ മാർക്കറ്റ് ഇപ്പോഴും ഈ പറയുന്ന ലെവലിലൊന്നും നിൽക്കത്തില്ലായിരുന്നു. മാർക്കറ്റ് ഫോറിൻ ഫണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്നു, നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ല, FIS കണ്ടിന്യൂസ് സെല്ലിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും DIS ബൈയിങ്ങിലായിരുന്നു. പക്ഷേ വിപണിയുടെ ഒരു സ്ട്രക്ചർ ഇപ്പോഴേ ഒരു പരിധിയിലപ്പുറം സ്വാധീനം വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യൻ വിപണിയിൽ ചെലുത്താൻ വേണ്ടി പറ്റുന്നില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് സ്ട്രോങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വലിയ രീതിയിൽ SIP ഫണ്ടുകളുടെ ഒരു കണക്കെടുത്താൽ തന്നെ വലിയ രീതിയിലാണ് SIPയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റെല്ലാം ഭൂരിഭാഗം വരുന്നത് ഇക്വിറ്റി മാർക്കറ്റിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് കൃത്യമായി നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ഗ്രോത്തിന് ആനുപാതികമായിട്ട് ഇപ്പം നമ്മൾ നോക്കുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും ഗുണകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു എന്നുള്ളതാണ്. 6 വർഷത്തെ താഴ്ചയിലെത്തി. ഇപ്പം പണപ്പെരുപ്പം താഴ്ന്നു, അതുപോലെ തന്നെ ബാങ്ക് ഇൻട്രസ്റ്റ്, ഇപ്പം രൂപയുടെ മൂല്യം ഏതാണ്ട് ഒരു വർഷത്തെ താഴ്ചയിൽ വന്ന ഈ ഒരു ഇഷ്യൂസ് ഇപ്പോൾ വന്നപ്പോഴാണ് കുറച്ചൊരു ചേഞ്ചസ് വന്നത്. അപ്പോൾ അങ്ങനെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് അനുകൂലമായിട്ടുള്ള പല ഘടകങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ വാല്യുവേഷൻ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിപണിയുടെ വാല്യുവേഷൻ അല്പം ഹയർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം വാല്യുവേഷൻ ഹയറാണ്. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴാണ് ഒരല്പം വാല്യുവേഷൻ ഉണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു വാല്യുവേഷൻ നീതീകരിക്കാൻ പറ്റാത്തൊരു വാല്യുവേഷനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇന്ത്യയുടെ ഒരു ലോങ് ടേം സ്റ്റോറി പരിശോധിക്കുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഷോർട്ട് ടേമിൽ റിസ്ക് ഉണ്ട്. ഷോർട്ട് ടേമിൽ ഏത് സമയത്തും നമുക്ക് മാർക്കറ്റിൽ റിസ്ക് ഉണ്ട്. അപ്പം അതായത് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഓവറായിട്ടുള്ള പൊസിഷൻ എടുത്ത് വെക്കാതിരിക്കും. മീൻസ് മാർജിൻ ഫണ്ടിങ് പോലുള്ള കാര്യങ്ങൾ എടുത്ത് വെക്കാതിരിക്കുക, അതിലുള്ള പൈസയ്ക്ക് സാധനം മേടിക്കുക. അപ്പോൾ സേഫ് ആയിരിക്കും, മനസ്സമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. തീർച്ചയായിട്ടും. ഇതില്ലെങ്കിൽ ഇപ്പോഴത്തെ ഓരോ ഇൻവെസ്റ്റേഴ്സിന്റെ SIP റൂട്ടിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. SIP മോഡൽ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. SIP റൂട്ടിൽ തന്നെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു കയ്യിലുള്ള എല്ലാ പൈസ എടുത്ത് നമ്മൾ ഒരുമിച്ച് ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്താതിരിക്കുക എന്നുള്ളതാണ്. ഒരു ആവറേജിങ്ങിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയും കിട്ടും, ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കിട്ടും. ഏത് മാർക്കറ്റിലും ഉണ്ട്, ബുൾ മാർക്കറ്റിലും ബെയർ മാർക്കറ്റിലും നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ജനങ്ങളും അല്ലെങ്കിൽ ഇറാനിലെ ജനങ്ങളും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി
നമ്മുടെ ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് ദൈവമേ ഇത് എങ്ങനെയും ഒന്ന് തീർന്നു കിട്ടണേ, എന്നിട്ട് വേണം ഈ സാധനം ഒന്ന്. ഇൻവെസ്റ്റേഴ്സ് അല്ല, ഒരു യഥാർത്ഥ ഇൻവെസ്റ്റർ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും വെയിറ്റ് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ചെയ്യും. വരും. പക്ഷേ ലിവറേജിൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ട്രേഡറെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പ്രശ്നം പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ അരുണ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ട്രെൻഡ് കണ്ടത്, മാർക്കറ്റ് ശരിക്കും വളരെ എന്താ പറയുക, ഒരു 50 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 90 പോയിൻ്റൊക്കെ മൈനസേ ഉണ്ടാവുള്ളൂ. പക്ഷേ പല ഷെയർസും 5%, 8% ഒക്കെ താഴെയായിരുന്നു. നോർമലി ഒരു മാർക്കറ്റ് ഒരു 200, 300, ഈവൻ 500 പോയിന്റ് പൊട്ടിയാൽ പോലും ആ പർട്ടിക്കുലർ ഷെയർസ്, ചില ഷെയർസ് അത്രയും ഡിപ്പാവേണ്ട കാര്യമില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഒന്നാമത്തെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ്, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കിയത്. അതെ. കഴിഞ്ഞ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ ടെക്നിക്കൽ പോയിന്റിൽ ബുള്ളിഷ് ട്രെൻഡിൽ നിൽക്കുന്ന കുറച്ച് സ്റ്റോക്കുകളുണ്ട്. അതൊന്ന് ഭാരതി എയർടെൽ, അതുപോലെ റിലയൻസ്, അതുപോലെ ഏഷ്യൻ പെയിൻസ്, പിന്നെ HDFC ബാങ്ക്, ഇതുപോലെ ലാർജ് ക്യാപ്പ് ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളൊക്കെ തന്നെ അത്യാവശ്യം പോസിറ്റീവ് ട്രെൻഡ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് വലിയ രീതിയിൽ പൊട്ടാത്തത്. എന്നാൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൽ സെൽ ഓഫ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ടെക്നിക്കൽ പോയിന്റിൽ സപ്പോർട്ട് ലെവലിൽ ഹോൾഡ് ചെയ്ത് ഒരു ബ്രേക്ക് ഔട്ട് എടുത്ത് കിടക്കും. ഇപ്പോൾ റിലയൻസ് ഒക്കെ 1400 മുകളിൽ ഒരു ടെക്നിക്കൽ ബ്രേക്ക് ഔട്ടാണ് മാർക്കറ്റിൽ. HDFC ബാങ്ക് 1900 മുകളിലോട്ട് ട്രെൻഡ് ഒരു അല്പം പോസിറ്റീവാണ്. ഭാരതി എയർടെൽ അപ്പോൾ ഹെവി വെയിറ്റേജ് ഒക്കെ അല്പം പോസിറ്റീവിൽ നിൽക്കുന്നൊരു ട്രെൻഡാണ് കാണുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ വലിയ രീതിയിലൊരു കറക്ഷൻ ഇൻഡെക്സിൽ സംഭവിക്കാതിരുന്നത്. എങ്കിലും മാർക്കറ്റിൽ സെൽ ഓഫ് വന്നിട്ടുണ്ട്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലൊക്കെ നല്ല രീതിയിൽ സെൽ ഓഫ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മാത്രമല്ല ഈ അൺസർട്ടനിറ്റി, ഇപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറുകിട കമ്പനികളെയാണ് എല്ലാ പ്രശ്നങ്ങളും ആദ്യം ബാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ആ ഒരു സെന്റിമെന്റ്സ് നെഗറ്റീവ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പം ഇന്ന് ജൂൺ 20-ാം തീയതി. അതെ. അരുണ് ഒരു ആസ് എ ഇൻവെസ്റ്റർ, ആസ് എ ട്രേഡർ എന്നുള്ള നിലയിൽ എനിക്കറിയാം, അപ്പം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിലൊന്ന് അറിഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് നല്ല മേടിക്കാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഷെയർസും, അതെന്താ റീസൺ? ഷെയർസ് നമ്മൾ പറയുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എങ്കിലും സെക്ടർ ബേസിൽ ബാങ്കിങ്ങിൽ ഒരല്പം, എനിക്ക് തോന്നുന്നത് ബാങ്കിങ് സെക്ടർ ഒരല്പം പ്രഷർ നേരിടാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ട് ഇക്വിറ്റിയിലേക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള സാധ്യത. അത് സ്റ്റോക്ക് മാർക്കറ്റിന് നല്ലതാണ്. പക്ഷേ ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചൊരു റിസ്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഓട്ടോ സെക്ടറിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ്, കാരണം ഓട്ടോ സെക്ടർ ഒരു ബുള്ളിഷ് ആണ്. ഇത്രയും ക്രാഷ് ഉണ്ടായാലും ഫോർ എക്സാമ്പിൾ മഹേന്ദ്രയൊക്കെ ഒന്നാമത്തെ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നുള്ളത് തന്നെയാണ് ഓട്ടോ സെക്ടറിന് പ്രധാനമായിട്ടും. പിന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇപ്പം കുറച്ച് കയറി വന്നെങ്കിലും ഈ ഒരു പ്രശ്നമായിട്ട് ഇസ്രായേൽ ഇറാൻ വാറിൻ്റെ പശ്ചാത്തലത്തിൽ കയറി വരുമെങ്കിലും ക്രൂഡ് ഓയിൽ ഒരു സ്റ്റേബിളായിട്ട് തന്നെ നിലനിൽക്കാൻ തന്നെയാണ്. ഇതൊരു പ്രശ്നം കഴിയുമ്പോൾ വീണ്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചേഞ്ചസ് EV, എല്ലാവരും ഇപ്പം ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ പുതിയ ഹാരിയറിൻ്റെ EV ലോഞ്ച് ചെയ്തു. ഇപ്പം ജൂലൈ 2 ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മാരുതി പുതിയ വാഹനങ്ങൾ ഈ വർഷം ഇറക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ രീതിയിലൊരു വിപ്ലവം ഓട്ടോ സെക്ടറിൽ വരാനുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു സാധ്യതകളെ മുതലെടുക്കാൻ പറ്റുന്ന കമ്പനികൾക്ക് സാധ്യതയുണ്ട്. ഇങ്ങനെ സ്റ്റോക്ക് എടുത്തിട്ട് പറയുന്നില്ല, എങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ്. നമ്മളൊരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ശരിയല്ല എന്നുള്ളതുകൊണ്ട്. അല്ല, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർസേ വെച്ച് പബ്ലിക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ കൂടുതൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കിലാണ് റൈറ്റ് ടൈമിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്കൊരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷേ അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ. ഇപ്പം നമ്മളിപ്പം പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത്, ഇപ്പോൾ പലർക്കും അറിയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അറിയാൻ പാടില്ല, അല്ലെങ്കിൽ പേഴ്സണലി നമുക്ക് അറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് അവിടെ നിന്നിട്ട് നമ്മളിപ്പോൾ ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഗോൾഡിനെ കുറിച്ച്, ഗോൾഡ് ഒബ്വിയസ്ലി എല്ലാവരും പറയുന്നത് ഭയങ്കരമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഓൾമോസ്റ്റ് ഡബിളായി അല്ലേ. ഫ്രം 40 എന്നിപ്പോൾ ഒരു 75-80 ഇപ്പോൾ നിയർ ബൈ വരും. ഒരു അരുണിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ഗോൾഡിനെ കുറിച്ചുള്ള? ഗോൾഡിനെ കുറിച്ച് ഞാൻ ഗോൾഡിൽ ഇത്ര ബുള്ളിഷ് അല്ല. കാരണം ഗോൾഡിൽ ഞാൻ അധികം ഇൻവെസ്റ്റ് ചെയ്യാറില്ല. എങ്കിലും ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിനേക്കാൾ റിട്ടേൺ ഇക്വിറ്റി മാർക്കറ്റ് കൊടുക്കും, തന്നെയാണ്, സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. പിന്നെ വേറൊരു കാര്യം, കൂടുതലും എക്കണോമിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതും
അതുപോലെ തന്നെ കൂടുതൽ വൊളാറ്റിൽ ഉള്ളതും കൂടുതൽ ഫ്ലക്ച്വേഷൻ ഉള്ളതും റിസ്ക് ഉള്ളതും മെറ്റൽ സെക്ടർ ഗോൾഡിൽ തന്നെയാണ്, കമോഡിറ്റി സെക്ടറിൽ തന്നെയാണ്. പക്ഷേ കമോഡിറ്റി സെക്ടർ ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് ഓപ്ഷൻ ട്രേഡിങ് കമോഡിറ്റിയിൽ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇക്വിറ്റിനേക്കാൾ കൂടുതൽ ഓപ്ഷൻ ട്രേഡിങ് എനിക്ക് തോന്നുന്നത് കമ്മോഡിറ്റി ഓപ്ഷൻസിലാണ്. കമോഡിറ്റി ഓപ്ഷൻസിലാണ്. ആ ഒരു സാധ്യതകൾ പലരും തിരിച്ചറിഞ്ഞില്ല. ഹെഡ്ജിങ് ഓപ്പർച്യൂണിറ്റി ഓപ്ഷൻസ് നമുക്ക് നല്ല രീതിയിൽ പിന്നെ കമോഡിറ്റി മാർക്കറ്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അതിനെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ബ്രോക്കേഴ്സ് സൈഡിൽ നിന്ന് കുറച്ചും കൂടെ ഒരു അവയർനെസ് കൊടുക്കണം എന്നുള്ളതാണ്. അത് ബ്രോക്കർ സൈഡിൽ നിന്ന് അവയർനെസ്. ശരിക്കും കമ്മോഡിറ്റി ഒരു സ്പെക്കുലേറ്റീവ് മാർക്കറ്റ് അല്ല. കമ്മോഡിറ്റി ശരിക്കും ഒരു ഹെഡ്ജിങ് മാർക്കറ്റാണ്, ഹെഡ്ജിങ് ടൂളാണ് ഫോർ ജൂവലേഴ്സ് അങ്ങനെയുള്ളവർക്ക് അവരുടെ പൊസിഷൻ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലോസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളാണ്. പക്ഷേ മജോറിറ്റി ആൾക്കാർ അത് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവരിപ്പം ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ ഹെഡ്ജ് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. ഈ കമ്മോഡിറ്റി ഗോൾഡ് ഇപ്പം കഴിഞ്ഞ ഒരു 2020 വർഷം മുമ്പ് ഏകദേശം ഒരു 5500 ആയിരുന്നു പവന് വില. ഇപ്പോൾ അത് ഇത്രയും പൈസ ഏകദേശം അല്ലേ, ഇത്രയും 70,000 രൂപ. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് അരുൺ പറയുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിലും ഗ്രോത്ത് ഉണ്ടാവുമെന്ന് അരുൺ കിട്ടിയിട്ടുണ്ട്. കാരണം 5 വർഷം കൊണ്ട് ലാർജ് ക്യാപ്പ് സ്റ്റോക്സ് എടുത്ത് നോക്കിയാൽ പല സ്റ്റോക്കുകളും 20 times 30 times ഒക്കെ കയറിയ സ്റ്റോക്കുകളുണ്ട്. 2 രൂപയുടെ സ്വിസ്ലോൺ ഇന്നിപ്പോൾ 80 രൂപയിൽ ട്രേഡ് നടക്കുന്നു. 2 രൂപയുടെ സ്വിസ്ലോൺ. ഇപ്പോൾ പല സ്റ്റോക്കുകളും സ്റ്റോക്സ് ഈ ഒരു 5 വർഷത്തേക്ക് കോവിഡിന് ശേഷം ഇപ്പോൾ 2020 കോവിഡ് കഴിഞ്ഞപ്പോൾ 2025 ആകുമ്പോഴേക്കും പല സ്റ്റോക്കുകളും 10 times മുകളിൽ റിട്ടേൺ കൊടുത്ത ലോട്ട് ഓഫ് സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ അത്രയും റിട്ടേൺ ഗോൾഡിൽ കിട്ടിയിട്ടില്ല. മാത്രമല്ല ഗോൾഡിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഒന്നാമത്തെ അതിൻ്റെ ലോട്ട് സൈസ്, അതുപോലെ തന്നെ ഒരു ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഗോൾഡിൽ കമോഡിറ്റി മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. എങ്കിലും ഹെഡ്ജിങ് ഇതിലും അതുപോലെ തന്നെ യൂണിറ്റ് ആയിട്ട് മേടിച്ച് വെക്കാനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഇക്വിറ്റിയിലാണ് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കൂടുതൽ, ഇക്വിറ്റിയിലാണ്. ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇക്വിറ്റിയിലാണ്. അതെ, കറക്റ്റ്. അല്ല, നമ്മൾ സ്റ്റോക്സും ഗോൾഡും ആണ് ഏറ്റവും ലിക്വിഡിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കമ്പാരിസൺ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നൊരു ട്രേഡിംഗ് പാറ്റേൺ ആണ് ഓപ്ഷൻസിൽ. ഇപ്പോൾ എല്ലാവരും ഈ പുതിയ ആൾക്കാരാണെങ്കിലും അറിയാവുന്നവരും അറിയത്തില്ലാത്തവരും എല്ലാം ഈ ഓപ്ഷൻസിലാണ് ഇപ്പോൾ ട്രേഡിങ്. പുതിയ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഓപ്ഷൻസിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആരുടെ ഒരു അഭിപ്രായം എന്താ? ഓപ്ഷനും നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഓപ്ഷൻ്റെ ഒരു ഉപയോഗം എന്താണെന്നുള്ള സത്യത്തിൽ അവർക്ക് അറിയില്ലെന്നുള്ളതാണ്. ഓപ്ഷനും ശരിക്ക് ഇക്വിറ്റിയിലായാലും കമോഡിറ്റിയിലായാലും ഓപ്ഷൻ ഹെഡ്ജിങ് ടൂൾസ് ആയിട്ട് തന്നെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. പക്ഷേ ഓപ്ഷൻ ട്രേഡിങ് നമുക്ക് ട്രേഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓപ്ഷൻ ട്രേഡ് ചെയ്യേണ്ട മെത്തേഡ് തന്നെ പലർക്കും അറിയില്ല. ഓപ്ഷനിൽ എപ്പോഴും ഓപ്ഷൻ ബയറെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെസിഫിക് മൂവ്മെൻറ്റ് സ്റ്റോക്കിൽ കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ടൈം വാല്യൂ പലതിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓപ്ഷൻ ട്രേഡിങ് നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു ഓപ്ഷൻ നമ്മൾക്ക് ചെറിയ തുക മുടക്കിക്കൊണ്ട് ട്രേഡിങ്ങിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പലരും ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരാനുള്ള കാരണം. ഇപ്പം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നഷ്ടം ഉണ്ടാക്കുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിലാണ്. പക്ഷേ ഓപ്ഷൻ ട്രേഡിങ്ങിൽ കൃത്യമായി പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ചെയ്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ ബയറിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല സെല്ലിംഗ് ആണ്. കാരണം ഒരു ഓപ്ഷൻ റൈറ്റ് ചെയ്യുക. പക്ഷേ ഓപ്ഷൻ ബയേഴ്സാണ് കൂടുതൽ ആൾക്കാർ. ഓപ്ഷൻ അതിൻ്റെ മാർജിൻ്റെ ഒരു പ്രശ്നം, കൂടുതൽ മാർജിൻ ഓപ്ഷൻ റൈറ്റിങ്ങിന് ഭയങ്കര മാർജിൻ ഉണ്ട്. എങ്കിലും ഹെഡ്ജ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ റൈറ്റിങ്ങിൽ മാർജിൻ വലിയ രീതിയിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഒരു 50,000 രൂപക്കൊക്കെ ഓപ്ഷൻ നമുക്ക് റൈറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഇക്വിറ്റിയിലൊക്കെ 30,000 50,000 രൂപക്കൊക്കെ ഓപ്ഷൻ റൈറ്റ് ചെയ്യാൻ പറ്റും. ഹെഡ്ജിങ്ങിൽ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് എനിക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഓപ്ഷൻ മാർക്കറ്റിലാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ ഓപ്ഷൻ മാർക്കറ്റിലാണ്. പക്ഷേ ഓപ്ഷനിൽ ഹെഡ്ജിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയണം. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടണം. മാർക്കറ്റിലൊരു ബ്രേക്ക് ഔട്ട്, റേഞ്ച് ബോണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ് എല്ലാത്തിനും നമ്മൾ മനസ്സിലാക്കി നമ്മൾ വളരെ ഒരു വെൽ പ്ലാൻഡ് വിത്ത് ഓർഗനൈസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ മാർക്കറ്റ് തന്നെയാണ് ഇക്വിറ്റി മാർക്കറ്റിനേക്കാളും നല്ലതായിട്ട് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടുള്ളത്. ഒരു ട്രേഡറെ സംബന്ധിച്ച് ഓപ്ഷൻ മാർക്കറ്റ് ആയിരിക്കും, ഓപ്ഷൻസ് തന്നെയാണ് നല്ലത്. ഓപ്ഷൻസിൽ റിസ്ക് ഇല്ലാതെ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ റിസ്ക് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റിസ്ക് ഇല്ലെന്ന് നമ്മളൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് റിസ്ക് ഏറ്റവും കുറവായിട്ട് തോന്നിയത് ഓപ്ഷനാണ്. ലിമിറ്റഡ് റിസ്ക്. ഓക്കെ. അപ്പോൾ അരുൺ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്. ഓക്കെ. പേഴ്സണലി എനിക്ക് നിങ്ങളെ അറിയാവുന്നതുകൊണ്ട് പിന്നെ എന്താ പറയുന്നത്, ഒരു നല്ലൊരു ഇൻവെസ്റ്ററാണ്, നല്ലൊരു ട്രേഡറാണ്. അപ്പോൾ
അടുത്ത എപ്പിസോഡിലും നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ, നമ്മളെങ്ങനെ ഓപ്ഷൻസിനെ കുറിച്ച് തന്നെ ഒരു ഡിസ്കഷൻ ഉള്ളത് നല്ലതാണ്. ഷുവർ ഷുവർ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് എങ്ങനെ ഓപ്ഷൻസ് എങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അത് എങ്ങനെ ലോസ് വളരെ കുറച്ചുകൊണ്ട് പ്രോഫിറ്റിലേക്ക് എങ്ങനെ മൂവ് ചെയ്യും, ഇങ്ങനെയുള്ള കുറച്ച് പാറ്റേൺസ് ഓഫ് ട്രേഡ്സ് അടുത്ത എപ്പിസോഡിലേക്ക് അരുൺ ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.